പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹെബ്രായ ലേഖനം 9:8 ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹെബ്രായ ലേഖനത്തിൻ്റെ കടുകട്ടി വാക്യമാണ്. ഹെബ്രായ ലേഖനത്തിലെ കടുകട്ടി വാക്യമാണിത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യ കൂടാരം നിലനിൽക്കുന്നിടത്തോളം. യഹൂദ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ച് യാഹോവ പറഞ്ഞു കൊടുക്കുന്ന സമയത്തെക്കുറിച്ചാണിത്. എന്നിട്ട് ഹെബ്രായ ലേഖനത്തെ എടുത്തു പറയുക, ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യ കൂടാരം നിലനിൽക്കുന്നിടത്തോളം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം 2 കൂടാരമുണ്ട്. ഒരു ഭൗമ കൂടാരവും ഒരു ദൈവ കൂടാരവും. ഞാൻ വെറും ഭൗമ കൂടാരത്തിൽ, എൻ്റെ കാണപ്പെടുന്ന കൂടാരത്തിൽ, എനിക്കിഷ്ടമുള്ള കൂടാരത്തിൽ, എനിക്ക് ആനന്ദിക്കാവുന്ന ആഘോഷങ്ങളുടെ കൂടാരത്തിൽ ഒതുങ്ങുമ്പം പരലോക ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവിക സാന്നിധ്യത്തിലേക്ക്, മധുബഹയിലേക്ക്, ഉന്നതൻ്റെ അടുത്തേക്ക്, ശ്രീകോവിലേക്ക് ഒരു പാത കാണാതെ നാം കഷ്ടപ്പെട്ടു പോകും. ഇന്നും അനേകരുടെ ഭാരം ഇതാണ്. ഈ ഭൗമ കൂടാരത്തിൽ, ആദ്യ കൂടാരത്തിൽ ഒതുങ്ങുന്നത് കൊണ്ട് മനസ്സിൻ്റെ ഭാരവും സങ്കടവുമായി ഇവിടെ അങ്ങ് ഒതുങ്ങിത്തീരുന്നു. ശ്രീകോവിലിൻ്റെ അറ്റം പോലും കാണുന്നുമില്ല, അങ്ങോട്ടേക്കൊരു പാതയുമില്ല. ഒരു സ്വർഗരാജ്യത്തിൻ്റെ പ്രതീക്ഷ മങ്ങിയുള്ള മടുത്ത ജീവിതം കൊണ്ട് ഡിപ്രസ്ഡായി തീർന്നു പോകുന്നു. നമുക്ക് ഈ ഭൗമകൂടാരത്തെ പൊട്ടിച്ച് ശ്രീകോവിലേക്കുള്ള പാത തുറക്കാൻ 2ാമത്തെ കൂടാരത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാം. ആമേൻ. സ്വപ്നം പോലെ രക്ഷകൻ പിറന്നുവെന്ന വാർത്ത കേട്ടുടൻ ദിക്കുതേടിയോടി വന്ന ആട്ടിടയന്മാർ. രക്ഷകൻ പിറന്നുവെന്ന വാർത്ത കേട്ടുടൻ ദിക്കുതേടിയോടി വന്ന ആട്ടിടയന്മാർ.